ജലദോഷം ഉണ്ടെന്ന് പറഞ്ഞ ആളാ. കുടിക്കുന്നുണ്ടല്ലേ ഐസ് വാട്ടർ. സാറ് പഠിച്ച മെഡിക്കൽ കോളേജിൽ എല്ലാം തല കേൾക്കാൻ തൂക്കാവും പഠിപ്പിച്ചത്. രൂപ മുഴുവനും ഉണ്ടോന്ന് എണ്ണി നോക്കി. അതൊക്കെ ഉണ്ടാവൂടി, ഇതാ നോക്കി.
പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗവൺമെന്റിനും ജനങ്ങൾക്കും നല്ല മതിപ്പായിരുന്നു. എന്നാൽ ഒന്നിനു പുറകെ ഒന്നായി 4 കൊലപാതകങ്ങൾ ഇവിടെ നടന്നു. ഇതുവരെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ഇത് നമ്മുടെ കാര്യപ്രാപ്തിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി തീർന്നിരിക്കുകയാണ്. അറ്റ് എനി കോസ്റ്റ് കുറ്റവാളിയെ കണ്ടുപിടിച്ചേ മതിയാകൂ. അതിനുവേണ്ടി എത്ര സ്ട്രെയിൻ എടുത്താലും അധികമാവില്ല. ഈ കേസുകളുടെ പ്രത്യേക ചുമതല ഞാൻ മിസ്റ്റർ ഗോപിനാഥനെ ഏൽപ്പിക്കുകയാണ്. താങ്ക് യു സർ. ഹോം മിനിസ്റ്ററുടെയും ചീഫ് മിനിസ്റ്ററുടെയും പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ അപ്പോയിന്റ്മെന്റ്. ഐ ഹോപ്പ് യു വിൽ ഡു ജസ്റ്റിസ് ടു ദിസ് ട്രസ്റ്റ്. യെസ് സർ. ഗിവ് മി ദ ഫയൽ. അടുപ്പിച്ച് 4 ചെറുപ്പക്കാർ ഇവിടെ കൊല്ലപ്പെട്ടു. വ്യത്യസ്ത സാഹചര്യങ്ങളിലാണെങ്കിൽ പോലും അപകട മരണങ്ങളെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വയ്യ. ഡു യു ഗെറ്റ് മീ സർ? വെൽ, ആദ്യമായി എനിക്ക് വേണ്ടത് കൊല്ലപ്പെട്ട ഈ 4 ചെറുപ്പക്കാരെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്. ലൈക്ക് പ്രീവിയസ് ഹിസ്റ്ററി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫ്രണ്ട്സ്, എല്ലാം മുഴുവൻ തരാം സാർ. ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി. ഗുഡ്. 2 സംഭവങ്ങളും കോറിലേറ്റ് ചെയ്യാൻ പ്രഥമ ദൃഷ്ടിയ നമുക്ക് ന്യായം കാണില്ല. പക്ഷേ അന്വേഷണത്തിന്റെ ഈ സ്റ്റേജിൽ നമുക്ക് എല്ലാ മാർഗങ്ങളും നോക്കണം. ശരിയാണ് സാർ. ഇൻസിഡന്റലി കൊല്ലപ്പെട്ട ഈ 4 പേരും ചില കേസുകളിൽ ഒരുമിച്ച് പ്രതികളായിരുന്നു, അല്ലേ? അതെ സാർ. അവർ ശിക്ഷിക്കപ്പെട്ടോ ഇല്ലയോ? വെൽ, ദാറ്റ്സ് എ ഡിഫറന്റ് ക്വസ്റ്റ്യൻ. ഒരു ഡോക്ടറുടെ ഫാമിലിയിൽ ഉണ്ടായ ട്രാജഡി ആയിരുന്നു അതിലെ പ്രധാനപ്പെട്ട ഒരു കേസിന്റെ ബാക്ക്ഗ്രൗണ്ട്, അല്ലേ? യെസ് സാർ. ഹു ഈസ് ദാറ്റ് ഡോക്ടർ? ഡോക്ടർ രാമേന്ദ്രൻ. ഹൗ ഈസ് ഹി? ഹി ഈസ് എ വെരി ഡീസന്റ് ജെന്റിൽമാൻ. ഡോക്ടറുടെ ഭാര്യ മരിച്ചു. സഹോദരി മനസ്സിന്റെ സമനില തെറ്റി ഹോസ്പിറ്റലിലാണ്. ആം ഐ റൈറ്റ്? യെസ് സർ. വെൽ സിസ്റ്റർ സോണിയ, ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എത്ര വർഷമായി? 4 വർഷം. ഡോക്ടർ രാമചന്ദ്രൻ ഈ ഹോസ്പിറ്റൽ പഴയതുപോലെ അത്ര ശ്രദ്ധിക്കാറില്ല, ശരിയല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഭാര്യ മരിച്ചതിന് ശേഷം കൂടുതൽ സമയം ഇവിടെ തന്നെ. രാത്രിയിൽ വരാറുണ്ടോ? ചിലപ്പോൾ 10 മണി വരെ ഇവിടെ തന്നെ കാണും. ഓ, ഐ സി. അല്ല, അടുത്ത കാലത്തായി 3-4 കൊലപാതകങ്ങൾ ഉണ്ടായല്ലോ. അതേപ്പറ്റി ഡോക്ടർ എന്തെങ്കിലും പറയുകയുണ്ടായോ? അല്ല, വെറുതെ എന്തെങ്കിലും? എക്സ്ക്യൂസ് മീ സർ, നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളെ പറ്റി ഡോക്ടർ അഭിപ്രായം പറയുന്നത് എന്തിനാ? ഹേയ്, അങ്ങനെയല്ല. ഈ കൊല്ലപ്പെട്ടവരും ഡോക്ടറും തമ്മിൽ ശത്രുക്കളായിരുന്നില്ലേ? അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഡോക്ടർക്ക് ആരോടും ശത്രുതയില്ല. എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം. അതെ അതെ അതെ, ഞാനും കേട്ടിട്ടുണ്ട്. ഹീസ് എ വെരി ഫൈൻ ജെന്റിൽമാൻ. പക്ഷെ ഇതല്ല. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണല്ലോ മരിച്ചത്. അപ്പോ സ്വാഭാവികമായും ഡോക്ടർക്ക് അതിൽ സന്തോഷം കാണുമല്ലോ. എക്സ്ക്യൂസ് മീ, ഞാൻ വന്നത് മിസ്റ്റർ ഗോപിനാഥൻ ഒന്ന് കാണാനാണ്. മോസ്റ്റ് വെൽക്കം. കം ഇൻ. സിറ്റ് ഡൗൺ. ഞാൻ തന്നെ എന്നെ സ്വയം പരിചയപ്പെടുത്താം. ഡോക്ടർ രാമേന്ദ്രൻ. എനിക്കറിയാം. വെൽ, ദാറ്റ് മേക്സ് ഇറ്റ് ഈസി. ഞാൻ വന്നത് ഒരു റിക്വസ്റ്റുമായിട്ടാണ്. താങ്കൾ എന്നെ ഹോസ്പിറ്റലിൽ വന്നിരുന്നു അറിഞ്ഞു. എന്റെ സ്റ്റാഫിനെ ചോദ്യം ചെയ്തുവെന്നും എന്നെക്കുറിച്ച് അന്വേഷിക്കാനാണെങ്കിൽ എന്റെ അടുത്ത് നേരിട്ടാവാം. എന്റെ സ്റ്റാഫ് പാവങ്ങളാണ്, അവരെ വെറുതെ വിട്ടേക്കൂ. ഡോക്ടർ, പാവങ്ങളായ എല്ലാവരെയും വെറുതെ വിടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ കൂട്ടത്തിൽ താങ്കൾ പെടുമെങ്കിൽ താങ്കളെയും. ഡോക്ടർ, എന്നെ തേടി ഇവിടെ വരാൻ സന്മനസ് കാണിച്ച നിങ്ങളോട് ഞാനും ചോദിക്കട്ടെ. കൊല്ലപ്പെട്ട 4 ചെറുപ്പക്കാർ, അവരോട് നിങ്ങൾക്ക് ശത്രുത തോന്നിയിരുന്നില്ലേ? അറ്റ്ലീസ്റ്റ് ഉള്ളിലെങ്കിലും. തോന്നിയിരുന്നോ? യെസ്, ഉള്ളിൽ മാത്രമല്ല, നിറയെ. നോട്ട് ഓൺലി ടു ദം, ഇനി ആ സംഘത്തിൽ ജീവിച്ചിരിക്കുന്ന മറ്റു 3 പേരോടും ഐ ഹേറ്റ് ദം. ഡോക്ടർ, ഐ ലവ് യുവർ ഫ്രാങ്ക്നെസ്. അവർ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ഡോക്ടറുടെ റീഡിംഗ് എന്താണ്? സിമ്പിൾ, വെരി സിമ്പിൾ. അവരെ അർഹിച്ചിരുന്നു 100%. പക്ഷേ അതൊരു ക്രൈം അല്ലേ ഡോക്ടർ? ക്രൈം? അവർ കൊല്ലപ്പെട്ടത് മാത്രമാണ് നിങ്ങൾക്ക് ക്രൈം. അതിനു മുമ്പ് അവർ ചെയ്തു കൂട്ടിയ ക്രൂരതകളോ? ഓ, തെളിയിക്കപ്പെടാത്തവയൊന്നും കുറ്റങ്ങളല്ലല്ലോ, അല്ലേ? ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള മോട്ടിവേഷൻ ഡോക്ടർക്കുള്ള പൂർവ്വവൈരാഗ്യമാണെന്ന് ഞാൻ ആരോപിച്ചാൽ? വെറും ഊഹം എന്നതിൽ കവിഞ്ഞ് എന്തെങ്കിലും തെളിവുകളുണ്ടോ ഈ ആരോപണത്തിന് പിന്നിൽ? ക്യാൻ യു പ്രൂവ് ഇറ്റ്? ഞാനാണത് ചെയ്തതെന്ന് സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. അത്രയും ആത്മവിശ്വാസം വേണോ ഡോക്ടർ? കൺമുന്നിൽ കാണുന്നതിന് പോലും തെളിവുകൾ തേടിപ്പോകുന്ന പാരമ്പര്യമാണ് നിങ്ങൾ പോലീസിനുള്ളത്. ഇനി അഥവാ ഞാനാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തതെങ്കിൽ പോലും ടേക്ക് ഇറ്റ് ഫ്രം മീ, എന്നെ ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല.
യു സിംപ്ലി കനോട്ട് മിസ്റ്റർ ഗോപിനാഥ്. വെൽ ഡോക്ടർ രാമചന്ദ്രൻ, നിങ്ങളിപ്പോ പറഞ്ഞത് ഒരു പരിധിവരെ സത്യമാണ്. നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാൻ അതിനും മാത്രം ഇപ്പോൾ എന്റെ പക്കൽ തെളിവുകളില്ല. പക്ഷേ ഈ രക്ഷപ്പെടൽ ശാശ്വതമാണെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. മിസ്റ്റർ ഗോപിനാഥ്, നിങ്ങൾ അതിസമർത്ഥനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് എനിക്കറിയാം. ആ ആദരവോടുകൂടി തന്നെ ഞാൻ പറയട്ടെ, ഐ ആം ടു ബിഗ് എ ഫിഷ് ഫോർ യു. ദാറ്റ് വി വിൽ സീ ഡോക്ടർ. ഗെയിം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. എന്താ ഇത്? എല്ലാ പിറന്നാളിനും വെറും സമ്മാനം തന്നാ പോരാന്നല്ലേ സാറിന്റെ പരാതി? ഇനി ആ പരാതി വേണ്ട. അധികം താമസിയാതെ തന്നെ ഒരു പുതിയ സമ്മാനം തരുന്നതാണ്. അതിനു വേണ്ടിയായത്. കൊള്ളാല്ല. എന്താ വേണം സാറേ? പെട്ടെന്ന് നെഞ്ചുവേദനയും കൂടി ഡോക്ടർ. വീട്ടിലാരെയും കാണുന്നില്ലല്ലോ. അവരെല്ലാം ഒരു കല്യാണത്തിന് പോയിരിക്കുക. കുറച്ച് ചൂടുള്ള എടുത്തിട്ട്. ആ താനേ എന്റെ ക്ലിനിക്കിൽ പോയി ഈ മരുന്നൊന്ന് വാങ്ങിക്കൊണ്ടുവരണം. ശരി ഡോക്ടർ. വേദന മാറാൻ ഞാനൊരു ഇഞ്ചക്ഷൻ തരാം. ഒരല്പം മയക്കുണ്ടാവും, കുഴപ്പമില്ലല്ലോ. ഒന്നുമില്ല ഡോക്ടർ. കുടുംബദ്രോഹി, നീ വാർത്താളി ഭക്തനല്ലേ? നിന്റെ ദുർദേവത നിന്നെ രക്ഷിക്കും. എന്താ വാർത്താളിന്റെ കൈ കണ്ടു? നിന്റെ തറവാട്ട് കൊട്ടാരത്തിൽ നീ പ്രവേശിക്കരുത്. കൃഷ്ണപ്രഭുവിനെ വന്ദിക്കുകയോ നിന്ദിക്കുകയോ
മേ ഐ കമൻ? യെസ് കമിൻ. അല്ല, ഡോക്ടർ പോകുന്നു. ഡോക്ടർ വന്നിട്ട് 1 മണിക്കൂറിൽ കൂടുതലായല്ലോ. ഇദ്ദേഹത്തെ അറിയില്ലേ? റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി AP ഗോവിന്ദ മേനോൻ. അറിയാം. ഞങ്ങൾ ആശുപത്രിയിൽ ഡോക്ടറെ തേടി പോയിരുന്നു. എന്താ സാർ, അത്യാവശ്യമായിട്ട് വല്ല